ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 15,000 രൂപയ്ക്കുള്ളിൽ ഒരുപാട് സ്മാർട്ട് ഫോണുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 15,000 രൂപയ്ക്കുള്ളിൽ മൊബൈൽ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിലേതാണ് ബെസ്റ്റ് മൊബൈൽ ഫോൺ എന്ന് അറിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. 15,000 രൂപയ്ക്കുള്ളിൽ വാങ്ങാൻ പറ്റുന്ന 5 മൊബൈൽ ഫോണുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നിങ്ങളിലേക്ക്. ഇതിലെ എല്ലാ മൊബൈൽ ഫോണുകളും ഒരളവിന് നല്ല മൊബൈൽ ഫോണുകൾ തന്നെയാണ്. നല്ല ഒരു സ്റ്റോറേജ് ഉള്ള ഒരു മൊബൈൽ ഫോണാണ് നോക്കുന്നെങ്കിൽ ടെക്നോ പോവോ 5 Pro നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആയിരിക്കും. ഈ മൊബൈൽ ഫോൺ നോക്കുന്ന ടൈമിൽ നല്ല ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. ഇതിൻ്റെ പിന്നിലായിട്ട് തന്നെ നല്ലൊരു ഡിസൈനും RGB ലൈറ്റോട് കൂടിയിട്ടുള്ള ഡിസൈനൊക്കെ ആയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫുൾ HD IPS 6.78 ഇഞ്ച് ഡിസ്പ്ലേയും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 50 മെഗാ പിക്സലും 2 മെഗാ പിക്സലിന്റെയും റിയർ ക്യാമറയും 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ ക്വാളിറ്റിയൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ വെക്കാതിരിക്കുകയാണ് നല്ലത്. പെർഫോമൻസിന് വേണ്ടിയിട്ട് MediaTek Dimensity 6080ന്റെ പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 13 5000 mAh ബാറ്ററി കപ്പാസിറ്റിയും 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രൈസിലേക്ക് വരുന്ന സമയത്ത് 8GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജിനും വരുന്ന ഫോണിന് 15,000 രൂപയും 256GB ഇന്റേണൽ സ്റ്റോറേജ് വരുന്ന ഫോണിന് 16,000 രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇനി നിങ്ങൾക്ക് ടെക്നോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് വേണ്ട, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോണാണ് നോക്കുന്നതെങ്കിൽ ഈ സെയിം കാറ്റഗറിയിൽ തന്നെ വരുന്ന ഒരു ഫോണാണ് ഇൻഫിനിക്സ് നോട്ട് 30 5G എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ വോഗിൻ ലെതറോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ബാക്ക് ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും സെയിം ഓൾമോസ്റ്റ് ടെക്നോൻ്റെ മൊബൈൽ ഫോണിൽ ഉള്ളത് തന്നെയാണ്. എന്നാൽ ക്യാമറയിൽ മാത്രം കുറച്ചൊരു ചേഞ്ച് വരുന്നുണ്ട്. 108 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറകളും 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. ഓവറോൾ ക്യാമറ ക്വാളിറ്റിയൊക്കെ എന്തുകൊണ്ടും ടെക്നോനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ക്യാമറ ക്വാളിറ്റി തരുന്നുണ്ട്. ഈ ഫോണിലും സെയിം LCD ഫുൾ HD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 6.78 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും ആൻഡ്രോയിഡ് 30യും ബാറ്ററി 5000 mAh കപ്പാസിറ്റിയും തരുന്നുണ്ട്. എന്നാൽ ഇതിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ആവുന്നുള്ളൂ. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 8GB റാമും 256GB ഇന്റേണൽ സ്റ്റോറേജ് ഉള്ളതിന് 15,000 രൂപയാണ് വില വരുന്നത്. ഇനി ഈ 2 ബ്രാൻഡുകളും വേണ്ടാതെ നിങ്ങൾ മറ്റൊരു ബ്രാൻഡാണ് നോക്കുന്നത്, കുറച്ചുകൂടി നല്ലൊരു ബ്രാൻഡാണ് നോക്കുന്നതെങ്കിൽ മോട്ടോ G54 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ അവൈലബിൾ ആണ്. ഈ ഒരു ഫോൺ നമുക്ക് ഫുൾ HD പ്ലസ് 6.5 ഇഞ്ച് ഡിസ്പ്ലേയും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടാണ് വരുന്നത്. പെർഫോമൻസിന് വേണ്ടിയിട്ട് MediaTek Dimensity 7020 എന്ന പ്രോസസ്സറും ഇതിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു 3 മൊബൈൽ ഫോണും കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും ഈ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് തരുന്നത്. ക്യാമറ നോക്കുമ്പോൾ പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സലും ഫ്രണ്ട് ക്യാമറ 60 മെഗാ പിക്സലുമാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ ക്വാളിറ്റിയും ഒരളവിന് നല്ല ഒരു ക്വാളിറ്റി തരുന്നുണ്ട്. 6000 mAh മാസീവ് ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 8GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജിനും 14,000 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി നിങ്ങൾക്ക് LCD ഡിസ്പ്ലേ വേണ്ട, എമോൾഡ് ഡിസ്പ്ലേ മതി എന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 65G എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണ് ഫുൾ HD പ്ലസ് 6.43 ഇഞ്ച് എമോൾഡ് ഡിസ്പ്ലേയും 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടാണ് വരുന്നത്. ക്യാമറയിലേക്ക് വരുമ്പോൾ റിയർ ക്യാമറ 64 മെഗാ പിക്സലും സെൽഫി ക്യാമറ 60 മെഗാ പിക്സലോട് കൂടിയിട്ടാണ് വരുന്നത്. പെർഫോമൻസിന് വേണ്ടിയിട്ട് MediaTek Dimensity 6020ന്റെ പ്രോസസ്സറും നൽകിയിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഒന്നും ഈ ഒരു പെർഫോമൻസിന്റെ കാര്യത്തിൽ നോക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു മൊബൈൽ ഫോൺ കൂടിയാണ് ഇത്. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 8GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജിനും 15,000 രൂപ വില വരുന്നുണ്ട്. പെർഫോമൻസ് ഒന്നും തന്നെ നോക്കാതെ റിയർ ക്യാമറയുടെ ക്വാളിറ്റിയും അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും സെൻസറൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്പ്ലേയും നല്ലതാവണം, നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും വേണം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി M34 5G എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ അവൈലബിൾ ആണ്. ഈ ഒരു ഫോണ് ഫുൾ HD പ്ലസ് എമോൾഡ് ഡിസ്പ്ലേയും 20 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ക്യാമറയിലേക്ക് വരുന്ന ടൈമിൽ
50 മെഗാ പിക്സലിന്റെ OIS സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ക്യാമറയാണ് വരുന്നത്. 30 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറ ക്വാളിറ്റി ഓവറോൾ ഓക്കെ ആണ്. ആൻഡ്രോയിഡ് 30യും 6000 mAh മാസീവ് ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്. എന്നാൽ ബോക്സിൽ നമുക്ക് അഡാപ്റ്റർ കിട്ടുന്നില്ല. അഡാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 1000 രൂപ കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും. Exynos 1280ന്റെ പ്രോസസ്സറാണ് ഇതിൽ പെർഫോമൻസിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മൊബൈൽ ഫോണ് പ്രൈസ് വരുന്നത് 6GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജിനും 16,000 രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. 16,000 രൂപയ്ക്ക് സാംസങ് കാറ്റഗറിയിൽ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് ഇത്. 4 വർഷത്തിനുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൊബൈൽ ഫോൺ 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള 5 മൊബൈൽ ഫോണുകളും ഒരളവിന് എല്ലാ മൊബൈൽ ഫോണുകളും നല്ല മൊബൈൽ ഫോണുകൾ തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.